വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെ മുൻനിർത്തിയാണ് CPM-ൽ ഇപ്പോൾ ഭിന്നസ്വരം പ്രകടമായത്. ഓഹരി കൈമാറ്റത്തിന് പിന്നിൽ ദുരൂഹത എന്ന നിലപാടാണ് പിണറായി വിജയനും MV ഗോവിന്ദനും സ്വീകരിച്ചത്. മൊണോപ്പൊളി എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കുത്തകകൾക്ക് നൽകുന്നു ഓഹരി കൈമാറ്റം, ആ രീതിയിലാണ് എന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയ്ക്ക് പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയൊക്കെ പറഞ്ഞു. എന്നാൽ പദ്ധതി വിവാദമാക്കേണ്ടെന്നായിരുന്നു EP ജയരാജന്റെ നിലപാട്. തുറമുഖത്തിന്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ദുരൂഹതയില്ലെന്ന PK ശ്രീമതി അടക്കമുള്ള നേതാക്കളുടെ നിലപാടും പാർട്ടി ഏതായാലും വെട്ടിലാക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാനുള്ള നീക്കങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ഈ നേതാക്കളുടെ ഭിന്നാഭിപ്രായങ്ങൾ. വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട് പിണറായി വിജയൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന നിലപാട്? തള്ളിപ്പറയുമോ എതിരഭിപ്രായങ്ങളെ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ഇന്ന് അല്പം ക്ഷുഭിതനായാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ പറയും, നിങ്ങൾ വെടിവിട്ട് പറയാനുണ്ടൊക്കെ ഞാൻ പറയൂ, നിങ്ങൾ വെടിവിട്ട് നിർത്തുന്ന കാര്യം. ശരിയാണ്, പറയാനുള്ളത് എന്തായാലും അദ്ദേഹം പറയേണ്ടിടത്ത് പറയേണ്ടപ്പോൾ പറയട്ടെ, അല്ലേ TV പ്രസാദ്? പക്ഷേ വിഴിഞ്ഞത്തിൽ ആണ് ഈ കലഹം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. അതൊരു ഉദാഹരണം മാത്രമാണ്. പക്ഷേ സർക്കാരിനെതിരെ ആയുധമാക്കാൻ കിട്ടിയൊരു വിഷയം തിരിച്ചടിക്കുമെന്നൊരു തോന്നലിൽ കൂടിയാണ് ഇപ്പോഴത്തെ മലക്കം മറിച്ചിലെന്ന് വിലയിരുത്തണം. എങ്കിലും പ്രതിപക്ഷ നേതാവ് തന്നെ അത് തിരുത്തുന്നതിന് പകരം പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ, പിണറായി വിജയന്റെ നിലപാടുകളെ തള്ളിപ്പറയുന്ന രീതിയിൽ മറ്റു നേതാക്കൾ പ്രതികരിക്കുന്ന നിലയിലേക്ക് വരെ എത്തുകയാണ് TV പ്രസാദ്. ഉറപ്പായും വിനീത, അത് തന്നെയാണ്. ഡൽഹിയിൽ ഇന്ന് മുഖ്യമന്ത്രിയിൽ കണ്ട ശരീരഭാഷാ വ്യത്യാസവും അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം ഈ രീതിയിൽ പെരുമാറുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ആ രീതിയിലുള്ളൊരു പെരുമാറ്റവും ശരീരഭാഷയും വരാനുള്ള കാരണങ്ങളിലൊന്ന് പിണറായി വിജയന്റെ നിയന്ത്രണത്തിൽ നിന്ന് ചില നേതാക്കൾ പുറത്തേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 20 വർഷത്തിലേറെ കാലമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് CPIM രാഷ്ട്രീയം കറങ്ങിക്കൊണ്ടിരുന്നത് അത് പിണറായി വിജയന്റെ ഒരൊറ്റ പേരിന് ചുറ്റുമാണ്. എതിർവാക്കിന് മറുവാക്കില്ലാത്ത രീതിയിൽ, അത് സംഘടനാ കമ്മിറ്റികളിലായാലും പുറത്തായാലും മറുത്തൊരു വാക്ക് പിണറായി വിജയൻ കേട്ടിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും എടുക്കുന്ന സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിന് എതിരായ സ്റ്റാൻഡ് എടുത്തു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഭിന്നസ്വരം. പിണറായി വിജയനും MV ഗോവിന്ദനും അനുകൂലമായ നിലപാടെടുക്കുന്ന KK രാഗേഷിനെ ആക്രമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ എതിർക്കുന്നതിലൂടെ അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും തന്നെയാണ്. വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള നേതൃത്വം ഈ വിഷയത്തിൽ ഉൾപ്പെടെ കടുത്ത വിമർശനം ഏറ്റുവാങ്ങാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷം കേരളത്തിലെ CPIM കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി നേതൃത്വത്തെ സംഘടനാ ഘടകങ്ങളിലടക്കം എതിർക്കുന്ന ഒരു കമ്മിറ്റിയായി വളരുകയാണ് എന്നതിന്റെ സൂചന തന്നെയാണ് വിഴിഞ്ഞം വിഷയത്തെ മുൻനിർത്തി പുറത്തു കാണുന്നത്. വിനീത, TV പ്രസാദ്, കപ്പൽ അപ്പോൾ ആടി ഉലയുകയാണോ? കപ്പിത്താന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. നേതൃമാറ്റം എന്നൊരു ആവശ്യം പല കോണുകളിൽ നിന്ന് പല യോഗങ്ങളിലും ഉയർന്നതായുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. TV പ്രസാദ്. വിനീത, ഉറപ്പായും അങ്ങനെ ഒരു ആവശ്യം വളരെ ശക്തമായി പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ്. CPIM-ന്റെ ഒരു രീതി അനുസരിച്ച് 75 വയസ്സിൽ കഴിഞ്ഞ ആൾ പോൾ ബ്യൂറോയിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പിണറായി വിജയന് ഒരു എക്സെപ്ഷൻ കൊടുത്തത് അത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ 10 വർഷമായി അലങ്കരിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന് എന്തിനാണ് തുടർച്ച കൊടുക്കുന്നത് എന്ന ചോദ്യം മുറുമുറുപ്പായി പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അതിലൊരു ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയനെ പോൾ ബ്യൂറോ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുക്കാൻ മറ്റൊരു കാര്യവും ആലോചിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടെടുക്കുന്ന വലിയ വിഭാഗം പാർട്ടി നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വിനീത. ഇവരെല്ലാവരും സംഘടിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണത്. അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ CPIM-ന് ഒരു മറുചേരി ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ചില നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ചില നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും CPIM-ലെ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ് എന്നത് തന്നെയാണ്.
ശരി, അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന നേതാക്കൾ ഇന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴും പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് മറനീക്കി പുറത്തു വന്നത്. നമ്മൾ പറഞ്ഞതുപോലെ വിഴിഞ്ഞം സർക്കാരിനെതിരെ ഓഹരി കൈമാറ്റം ആയുധമായി നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ആ നിലപാടിൽ നിന്ന് ഓഹരി കൈമാറ്റത്തിൽ മലക്കം മറിയുകയാണ് CPIM. കുത്തകകളെ സഹായിക്കാനെന്ന നിലപാടിൽ നിന്ന് പിറകോട്ടു പോകുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മൊണോപ്പൊളി വാദത്തിൽ, കുത്തകവാദത്തിൽ നിന്ന് നേതാക്കൾ പിറകോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അദാനി MSC ഓഹരി കൈമാറ്റത്തിനെതിരല്ലെന്നും സർക്കാർ അറിയാത്തതാണ് പ്രശ്നമെന്നും നേതാക്കൾ പറഞ്ഞു. പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായമില്ല എന്നുകൂടി ഇന്ന് നേതാക്കൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും കണ്ടു. ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. EPയെ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EP എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. EPയെ തള്ളി പറഞ്ഞില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ CPMന് ഒരു നിലപാടേ ഉള്ളൂ. പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകലാണല്ലോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ വല്ലാതൊരു തിടുക്കം കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം. ആ വിവാദമാക്കരുത് എന്നാണ് EP ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും താർക്കികനായി നിൽക്കുകയല്ല മുഖ്യമന്ത്രി വേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഇതിൻ്റെ പ്രാധാന്യത്തിൽ ചിലരൊന്നും ചിലർ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് പറയും. അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല.